നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന റാൻഡം വേരിയബിൾസ് എങ്ങനെയാണ് ഉണ്ടാവുക, അവരുടെ PMF എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതായത് നമ്മുടെ അടുത്ത് എക്സ് എന്ന് പറയുന്ന ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഉണ്ട്. ഈ എക്സ് എന്ന് പറയുന്ന ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് 0, 1, 2, 3 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി ആണ്. അതായത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് എടുക്കുന്ന ഒരു റാൻഡം വേരിയബിൾ ആണ് എക്സ്. ആ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ or PMF is given by f of x, which is probability of capital X is equal to small x. This is equal to e raised to minus lambda, lambda raised to x divided by x factorial. ഇതാണ് അതിന്റെ PMFന്റെ ഫോം. e raised to minus lambda, lambda raised to x by x factorial, where x is equal to 0, 1, 2, 3 etc. up to infinity, and lambda is a positive real number. Lambda is greater than 0. അപ്പോൾ ഇതാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ PMF എന്ന് പറയുന്നത്. അപ്പോൾ ഈ PMF നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് ഒരേ ഒരാളെ തിരിച്ചറിഞ്ഞാൽ മതി, ലാംഡ എന്താണ് എന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ ലാംഡയുടെ വാല്യൂ അറിയുമെങ്കിൽ നമുക്ക് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ PMF ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അല്ലെ? അപ്പോൾ ഈ ലാംഡയാണ് നമ്മൾ പറയുന്നത്. ലാംഡ ഇസ് എ പാരാമീറ്റർ ഓഫ് ദി പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. ലാംഡയാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ പാരാമീറ്റർ. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഒരൊറ്റ പാരാമീറ്ററേ ഉള്ളൂ. ആൻഡ് വി വിൽ റൈറ്റ് എക്സ് ഫോളോസ് പി ലാംഡ. അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഒരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത് വിത്ത് പാരാമീറ്റർ ലാംഡ എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇതാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ ഡെഫിനിഷൻ. അപ്പൊ ഇനി നമുക്ക് നോക്കാം എങ്ങനെയുള്ള റാൻഡം വേരിയബിൾസ് ആണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത് എന്ന്. അതായത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത് ഒരു ഇന്റർവെലിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു ഇന്റർവെൽ ഓഫ് ടൈം, അല്ലെങ്കിൽ ഒരു ഇന്റർവെലിന്റെ ഉള്ളിൽ രണ്ട് ബോർഡേഴ്സിന്റെ ഉള്ളിൽ നടക്കുന്ന നമ്പർ ഓഫ് ഒക്കറൻസസ് ഓഫ് എൻ ഇവന്റ്. ഒരു ഇവന്റിന്റെ ഒക്കറൻസുകളുടെ എണ്ണമാണ് സാധാരണ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത്, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത്. നമ്പർ ഓഫ് ഒക്കറൻസസ് ഫോളോസ് എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമുക്ക് പറയാം. അപ്പൊ എങ്ങനത്തെ റാൻഡം വേരിയബിൾസ് ആണ്? ഒരു ഇന്റർവെൽ ഓഫ് ടൈമിന്റെ ഉള്ളിൽ, അതായത് ഒരു വർക്ക്ഷോപ്പിൽ അല്ലെ ഒരു മണിക്കൂർ ഇന്റർവെല്ലിൽ എത്തുന്ന, നന്നാക്കാൻ വരുന്ന, സർവീസിന് വേണ്ടി എത്തുന്ന വാഹനങ്ങളുടെ എണ്ണം, ദാറ്റ് വിൽ ഫോളോ എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. ഒരു ബാങ്കിൽ ഒരു അരമണിക്കൂർ ടൈം ഇന്റർവെല്ലിന്റെ ഇടയിൽ വരുന്ന കസ്റ്റമേഴ്സിന്റെ എണ്ണം, ദാറ്റ് വിൽ ഫോളോ എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ സാധാരണ അങ്ങനെയുള്ള ഒരു റാൻഡം വേരിയബിൾസ് ഒക്കെയാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിളുകൾ നോക്കാം. എക്സാമ്പിൾസ് ഓഫ് റാൻഡം വേരിയബിൾസ് ഫോളോയിങ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. One is number of customers arriving at a bank counter in an interval of 20 minutes. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഒരു 20 മിനിറ്റ് ഇന്റർവെലിന്റെ ഉള്ളിൽ ഒരു ബാങ്കിൽ വരുന്ന കസ്റ്റമേഴ്സിന്റെ എണ്ണം, ദാറ്റ് വിൽ ഫോളോ എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. മറ്റൊന്ന് നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ് റിസീവ്ഡ് അറ്റ് എ ടെലിഫോൺ സ്വിച്ച് ബോർഡ് ഇൻ എ പീരിയഡ് ഓഫ് 5 minutes. അല്ലെ, ഒരു 5 മിനിറ്റ് ടൈമിന്റെ ഉള്ളിൽ ഒരു ടെലിഫോണിൽ വരുന്ന കോളുകളുടെ എണ്ണം, അതും എന്താണ്? ഒരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്പർ ഓഫ് പേഷ്യൻസ് വിസിറ്റിംഗ് എ ഡോക്ടർ ഇൻ എ ഡേ, ഒരു ഡോക്ടറെ അടുത്ത് വിസിറ്റ് ചെയ്യുന്ന പേഷ്യന്റുകളുടെ എണ്ണം, അതും ഒരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു. നമ്പർ ഓഫ് പ്രിന്റിംഗ് മിസ്റ്റേക്സ് ഇൻ എ പേജ് ഓഫ് എ ബുക്ക്, അവിടെ പേജാണ് നമ്മൾ ഇന്റർവെൽ ആയിട്ട് എടുക്കേണ്ടത്, ഒരു ബോർഡർ, അതിന്റെ ഉള്ളിൽ നടക്കുന്ന ഇവന്റുകളുടെ എണ്ണം, അല്ലെ? നമ്പർ ഓഫ് പ്രിന്റിംഗ് മിസ്റ്റേക്സ്, അതിന്റെ എണ്ണമാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത്. ഇതിനു പുറമെ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റയർ ഇവന്റ്സ്. അതിനെ നമ്മൾ എന്തുകൂടി പറയും? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റയർ ഇവന്റ്സ്, അതായത് അപൂർവമായി നടക്കുന്ന ഇവന്റുകളുടെ ഡിസ്ട്രിബ്യൂഷൻ എന്നുകൂടി നമുക്ക് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് പറയും. അപൂർവമായി നടക്കുന്ന ഇവന്റുകളുടെ ഡിസ്ട്രിബ്യൂഷനായിട്ട് നമ്മൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനെ പറയുന്നു. അതിനുള്ള ചില ക്ലാസിക് എക്സാമ്പിൾസ് നോക്കാം. റയർ ഇവന്റ്സ് ആയിട്ട് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത് നമ്പർ ഓഫ് ഡെത്ത്സ് ഡ്യൂ ടു ഹോഴ്സ് കിക്സ്, കുതിര ചവിട്ടിയിട്ടുള്ള മരണങ്ങൾ വളരെ അപൂർവമാണ്, അപ്പൊ അതിന്റെ എണ്ണം, ദാറ്റ് വിൽ ഫോളോ എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. നമ്പർ ഓഫ് എയ്റോപ്ലെയിൻ ആക്സിഡന്റ്സ് ഒക്കറിങ് ഇൻ എ ഇയർ, ദാറ്റ് വിൽ ഫോളോ എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. അതും എയ്റോപ്ലെയിൻ ആക്സിഡന്റ്സ് എന്ന് പറഞ്ഞാൽ അത്ര കോമൺ ആയിട്ടുള്ളൊരു കാര്യമല്ല, അല്ല, അപ്പൊ റയർ ഇവന്റ് ആണ്. അപ്പൊ റയർ ഇവന്റുകളുടെ ഡിസ്ട്രിബ്യൂഷൻ ആണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. നമ്പർ ഓഫ് ഡെത്ത്സ് ഡ്യൂ ടു സ്നേക്ക് ബൈറ്റ്സ് ഇൻ എ ഇയർ ഇൻ എ സിറ്റി, പാമ്പ് കടിച്ചിട്ടുള്ള മരണങ്ങളും അപൂർവം ആണ്, അല്ലെ?
അപ്പം അങ്ങനത്തെ ഉള്ള പിന്നെ ഡെത്ത്സിന്റെ എണ്ണം ദാറ്റ് വിൽ ഓൾസോ ഫോളോ എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഓർക്കണം, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ റെയർ ഇവന്റുകളുടെ ഡിസ്ട്രിബ്യൂഷൻ എന്നുകൂടി പറയുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ഏതൊരു ഡിസ്ട്രിബ്യൂഷനിലേക്ക് കടക്കുമ്പോഴും അതിന്റെ മീൻ, വേരിയൻസ്, MGF നോക്കണം. അതിലാദ്യമായിട്ട് നമുക്ക് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ ആണ് നോക്കുന്നത്. മീൻ ഓഫ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ അല്ലെ. അപ്പൊ നമ്മളെ കയ്യിൽ ലെറ്റ് എക്സ് ഫോളോസ് എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ, ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. എക്സ് ഫോളോ ചെയ്യുന്നത് ഒരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് വിത്ത് പാരാമീറ്റർ ലാംഡ. അങ്ങനെയാണെന്ന് വെച്ചാൽ അതിന്റെ PMF എങ്ങനെയായിരിക്കും? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു e raised to minus lambda, lambda raised to x divided by x factorial. X എടുക്കുന്ന വാല്യൂസ് 0, 1, 2, 3 etc. and lambda is greater than 0 അല്ലെ. അപ്പൊ ഇതാണ് അതിന്റെ PMF. ഇനി നമുക്ക് അതിന്റെ മീനിലേക്ക് കിടക്കാം. അപ്പൊ മീൻ ഓഫ് എനി റാൻഡം വേരിയബിൾ എക്സ്, മീൻ ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് നമുക്ക് അറിയാം അല്ലെ. ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇതൊരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. അപ്പോൾ വാട്ട് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്? സമ്മേഷൻ ഓവർ എക്സ്, എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് നമുക്ക് പറയാം. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ, എക്സിന്റെ ഇവിടുത്തെ റേഞ്ച് എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി അല്ലെ, എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. പക്ഷെ നമുക്കറിയാം, ഇപ്പം നമ്മൾ എക്സിന് 0 എന്ന് കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഈ കംപ്ലീറ്റ് ടേം 0 ആയിപ്പോകും. അപ്പൊ നമുക്ക് റേഞ്ച് എവിടെ നിന്ന് തുടങ്ങിയാൽ മതി? റേഞ്ച് എക്സിന്റെ വാല്യൂ 1 to infinity x into what is f of x? f of x is e raised to minus lambda, lambda raised to x divided by x factorial എന്ന് നമുക്ക് എഴുതാം. That is equal to, ഇവിടെ summation is with respect to x. അപ്പൊ x ഇല്ലാത്തൊരു ടേം ആണ് ആര്? ലാംഡ വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് e raised to minus lambda വന്നിരിക്കുന്നത്. അപ്പൊ e raised to minus lambda നമുക്ക് പുറത്തേക്ക് എടുക്കാം. And this is summation x is equal to 1 to infinity. ഇവിടെ x ഉണ്ട്, ഇവിടെ ആരുണ്ട്? x factorial ഉണ്ട് അല്ലെ. അപ്പൊ അവിടെ മുകളിൽ 5 ഉണ്ട്, താഴെ 5 factorial ഉണ്ട് എന്ന് പറഞ്ഞാൽ 5 factorial നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ എപ്പോഴും പറയുന്നതാണ് 5 factorial ഒരു എക്സാമ്പിൾ. അപ്പൊ 5 into 4 factorial, 5 factorial 5നെ ഞാൻ മാറ്റി വെക്കുകയാണെങ്കിൽ ബാക്കി ആരാ ഉണ്ടാവുക? 5 into 4 factorial എന്ന് എഴുതാം. ഈ 5ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ ബാക്കി 4 ഫാക്ടോറിയൽ ഉണ്ടാവുള്ളൂ. അപ്പൊ അതേമാതിരി ഞാൻ ഇവിടെ ഒന്ന് ആദ്യം എഴുതുകയാണ്. ദിസ് ഇസ് എക്സ് ഇൻറ്റു, ഇവിടെ ഒരു ലാംഡ റേസ് ടു എക്സ് ഉണ്ട്, താഴെയുള്ള എക്സ് ഫാക്ടോറിയലിനെ ഞാൻ എങ്ങനെ എഴുതുന്നു? 5 ഫാക്ടോറിയലിനെ 5 into 4 ഫാക്ടോറിയൽ എന്ന് എഴുതിയ പോലെ എക്സ് ഫാക്ടോറിയലിന് ഞാൻ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് എഴുതുകയാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ എഴുതുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ എക്സ് എന്ന് പറയുന്നത് കോമൺ ഫാക്ടർ ആണ്, അതിനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം അല്ലെ. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ലാംഡ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്, താഴെ എക്സ് മൈനസ് 1ന്റെ ഫാക്ടോറിയൽ ആയതുകൊണ്ട് തന്നെ ലാംഡയുടെ പവറും ഞാൻ എക്സ് മൈനസ് 1 ആക്കുകയാണ്. അതായത് ലാംഡ റേസ് ടു എക്സിനെ ഞാൻ ഇങ്ങനെ എഴുതുന്നു. ദിസ് ഇസ് ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 1 to n. എങ്ങനെ ലാംഡ റേസ് ടു എക്സിനെ എഴുതാം? ലാംഡ റേസ് ടു എക്സ് മൈനസ് 1 ഇൻറ്റു ലാംഡ എന്ന് എഴുതിക്കൂടെ? അതായത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം അല്ലെ. അതായത് ലാംഡ റേസ് ടു എക്സ് മൈനസ് 1 പ്ലസ് 1, ഇതിന്റെ പവറുകൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലാംഡ റേസ് ടു എക്സ് തന്നെ കിട്ടും. അപ്പൊ ലാംഡ റേസ് ടു എക്സിനെ ഞാൻ ഇങ്ങനെ മാറ്റി എഴുതുന്നു. എന്തിനാ അങ്ങനെ ഒരു മാറ്റം വരുത്തിയത്? താഴെ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ ആണ് ഉള്ളത്. അപ്പൊ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് എഴുതി. അപ്പൊ അടുത്ത് നോക്കുമ്പോൾ ഈ ലാംഡയും എക്സ് ഇല്ലാത്തൊരു ടേം ആണ്. അപ്പൊ ഈ ലാംഡയെ കൂടി നമുക്ക് പുറത്തേക്ക് എടുക്കാം അല്ലെ. അപ്പൊ അടുത്ത ടേമിൽ നമ്മൾ എഴുതുന്നു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, അവിടെ ഓൾറെഡി ഒരു ഇ റേസ് ടു മൈനസ് ലാംഡ പുറത്തുണ്ട്. ഇപ്പൊ നമ്മളൊരു ലാംഡയെ കൂടി പുറത്തേക്ക് വെച്ചു. സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി, ഇവിടെ ലാംഡ റേസ് ടു എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ എന്നാണ് നമുക്ക് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ. ഇവിടെ നമുക്ക് ജസ്റ്റ് എക്സിന് നമ്മൾ വാല്യൂസ് കൊടുക്കാൻ പോവാണ്. അപ്പൊ എക്സിന് 1 കൊടുക്കുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ലാംഡ റേസ് ടു 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1 ഫാക്ടോറിയൽ, അതായത് ലാംഡ റേസ് ടു 0 ബൈ 0 ഫാക്ടോറിയൽ which is 1. ലാംഡ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാലും 1 ആണ്. ഇനി ലാംഡയ്ക്ക് ഞാൻ എക്സിന് ഞാൻ 2 എന്നുള്ള വാല്യൂ ആണ് കൊടുക്കുന്നത് അല്ലെ. പ്ലസ്
lambda raised to 2 minus 1, that is 1, divided by 2 minus 1 factorial, that is 1 factorial. അടുത്തത് ലാംഡയ്ക്ക് 3 കൊടുക്കുമ്പോൾ lambda raised to 2 by 2 factorial വരും. ലാംഡയ്ക്ക് 4 കൊടുക്കുമ്പോൾ lambda raised to 3 by 3 factorial വരും. അങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ടേംസ് ആണ് ഇവിടെ വരാൻ പോകുന്നത് അല്ലേ. അപ്പൊ നമ്മൾ നോക്കണം ഇത് എന്തിന്റെ എക്സ്പാൻഷൻ ആണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. 1 പ്ലസ് ലാംഡ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് ലാംഡ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്നുള്ള ഒരു എക്സ്പാൻഷൻ ആണ് നമുക്ക് കിട്ടിയത്. അതായത് ഇ റേസ് ടു എക്സ് വരികയാണെങ്കിൽ ഇതിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്നാണ് ഇ റേസ് ടു എക്സിന്റെ എക്സ്പാൻഷൻ. അപ്പൊ അതേമാതിരി 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് വരികയാണെങ്കിൽ അതിന്റെ സ്ഥാനത്ത് എനിക്ക് ആരെ എഴുതായിരുന്നു, ഇ റേസ് ടു എക്സ് എന്ന് എഴുതായിരുന്നു. അപ്പൊ ഈ എക്സ്പാൻഷൻ നമ്മൾ നോക്കണം, എക്സ്പോണൻഷ്യൽ സീരീസ് കേട്ടോ. അപ്പൊ അതിന്റെ എക്സ്പാൻഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതേപോലെ ഇവിടെ എന്താ വന്നിരിക്കുന്നത്, ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ. ഇവിടെ ബ്രാക്കറ്റിൽ വന്നില്ല ആളെന്താണ്, ഇ റേസ് ടു ലാംഡ അല്ല. ഇ റേസ് ടു ലാംഡയുടെ എക്സ്പാൻഷൻ വരുമ്പോഴാണ് ഇതേമാതിരി 1 പ്ലസ് ലാംഡ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് ലാംഡ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എന്നൊക്കെ വരുന്നത് അല്ലെ. അപ്പൊ ഇതിന് ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ഇ റേസ് ടു ലാംഡ ആ രണ്ട് ടേംസ് ക്യാൻസൽ ആയി പോയി. അപ്പൊ ബാക്കി എന്താ വരുന്നത്, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എന്നാണ് വരുന്നത്. അപ്പം മീൻ ഓഫ് എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു ലാംഡ എന്ന് നമുക്ക് കിട്ടി. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് വേരിയൻസ് ഓഫ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പം പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസ് എന്താ നോക്കാം. അപ്പൊ വേരിയൻസ് ഓഫ് എനി റാൻഡം വേരിയബിൾ എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ ഇതിൽ നമ്മളിപ്പം പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മാത്രമാണ് അല്ലെ. അത് കിട്ടിക്കഴിഞ്ഞ് അതിന്റെ വാല്യൂ ഈ ഇക്വേഷനിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സിന്റെ സ്ഥാനത്ത് ലാംഡയും കൊടുത്ത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, വേരിയൻസ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ് കാണാൻ പോകുന്നത്. വാട്ട് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ, that is equal to x എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ് എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് അല്ലെ. ദറ്റ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ. ഇവിടെ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ റേഞ്ച് 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ് പോകുന്നത്. ഇനി എക്സ് സ്ക്വയറിനെ ഇവിടെ നമ്മൾ എക്സ് സ്ക്വയർ ആയിട്ടല്ല എടുക്കാൻ പോകുന്നത്. അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലൊക്കെ ചെയ്ത പോലെ എക്സ് സ്ക്വയറിന് നമ്മൾ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് എക്സ് എന്നാണ് എടുക്കാൻ പോകുന്നത്. എങ്ങനെയാണ്, എക്സ് സ്ക്വയർ എന്നുള്ളതിന് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് എക്സ് എന്ന് പറഞ്ഞ രൂപത്തിലാണ് നമ്മൾ മാറ്റിയിട്ട് എടുക്കാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ എടുക്കാനുള്ള കാരണം നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ താഴെ ഒരു എക്സ് ഫാക്ടോറിയൽ വരുന്നുണ്ട്, അതായിട്ട് ക്യാൻസൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫോമിലേക്ക് നമ്മൾ മാറ്റിയിട്ട് എഴുതുന്നത്. എക്സ് സ്ക്വയറിന് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് നമ്മൾ എഴുതി. ഇനി ഇതിനെ നമ്മൾ രണ്ട് ടേമുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഒന്ന് സമ്മേഷൻ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 എഫ് ഓഫ് എക്സും പ്ലസ് അടുത്തത് സമ്മേഷൻ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സും. അങ്ങനെ നമ്മൾ ഇതിനെ മാറ്റിയിട്ട് എഴുതുകയാണ്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി. ഫസ്റ്റ് ടേം എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് അടുത്ത ടേം സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇങ്ങനെ രണ്ട് ടേമുകളായിട്ട് നമ്മൾ മാറ്റി എഴുതി. അപ്പൊ ഇങ്ങനെ മാറ്റി എഴുതിയപ്പം ഈ രണ്ടാമത്തെ ടേം നമ്മൾ നോക്കുമ്പോൾ ദിസ് ഇസ് സമ്മേഷൻ ഓവർ എക്സ്, എക്സിന്റെ റേഞ്ചിൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് നമ്മൾ എഴുതിയിരിക്കുകയാണ് അല്ലെ. അപ്പൊ ദിസ് ഇസ് ആക്ച്വലി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. അപ്പൊ നമുക്കറിയാം ഫോർ എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ. അപ്പൊ ഈ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതിയാൽ മതി, ഇനി ലാംഡ എന്ന് എഴുതിയാൽ മതി. പിന്നെയുള്ള സിംപ്ലിഫിക്കേഷൻ നമുക്ക് ഇവിടെ ചെയ്താൽ മതി അല്ലെ. അപ്പൊ ഇവിടെ നോക്കുമ്പം ഇവിടെ നമ്മൾ എക്സിന് ഇപ്പൊ 0 കൊടുക്കുകയാണെങ്കിൽ ഈ ടേം എന്തായി പോവും, 0 ഇൻറ്റു 0 മൈനസ് 1 എഫ് ഓഫ് എക്സ്. അതുകൊണ്ട് ഈ ടേം 0 ആയി പോയി. ഇനി അപ്പൊ എക്സിന് 1 കൊടുക്കുകയാണെന്ന് വെച്ചാൽ 1 ഇൻറ്റു 1 മൈനസ് 1 വിച്ച് 0 ഇൻറ്റു എഫ് ഓഫ് എക്സ്. അപ്പോഴും ഇതെന്താ, ഈ ടേം 0 ആയി പോയി. അപ്പൊ നമ്മൾ സമ്മേഷൻ എവിടുന്ന് കൊടുത്താൽ മതി, സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി മുതൽ കൊടുത്താൽ മതി. 0 കൊടുത്താലും 1 കൊടുത്താലും ടേമുകൾ 0 ആയി പോകുന്നുണ്ട് അല്ലെ. എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1
into f of x. f of x എന്താണ്? For a Poisson distribution, f of x is e raised to minus lambda, lambda raised to x by x factorial ആണ്. And plus ഇവിടെ നമ്മൾ ബാക്കിയുള്ള ടേം എന്താണ്? ലാംഡയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ x ഇൻറ്റു എക്സ് മൈനസ് 1 ഉണ്ട്, ഇവിടെ എക്സ് ഫാക്ടോറിയൽ ആണുള്ളത്. അപ്പോൾ നമ്മൾ 5 ഫാക്ടോറിയൽ വെച്ചിട്ട് തന്നെ എഴുതാം. 5 ഫാക്ടോറിയലിന് നമുക്ക് എങ്ങനെ എഴുതാം? 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 എഴുതാം അല്ലേ? അതിൽ 5ഉം 5ന്ന് ഒന്ന് കുറച്ച് സംഖ്യ 4ഉം മാറ്റി വെച്ചാൽ ബാക്കി ഇതിനെ എന്തെന്ന് പറയാം? ദിസ് ഈസ് 3 ഫാക്ടോറിയൽ. അപ്പോൾ 5 ഫാക്ടോറിയൽ ക്യാൻ ബി റിട്ടൺ ആസ് 5 ഇൻറ്റു 4 ഇൻറ്റു ബാക്കി വരുന്നത് 3 ഫാക്ടോറിയൽ എന്ന് എഴുതും. അതായത് ഇത് എക്സ് ആണ്, ഇത് എക്സ് മൈനസ് 1 ആണ്, ഇത് എക്സ് മൈനസ് 2 ആണ്, ഇത് 5 ആണ്, ഇത് 5 മൈനസ് 1 ആണ്, ഇത് 5 മൈനസ് 2ന്റെ ഫാക്ടോറിയലിന്റെ ടേംസിൽ എഴുതാം. അങ്ങനെ നമുക്ക് മാറ്റിയിട്ട് എഴുതാം. കാരണം ഇവിടെ മുകളിൽ ക്യാൻസൽ ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നത് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ആണ്. അപ്പോൾ നമുക്ക് ഈ എക്സ് ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതേപോലെ എഴുതുമ്പം ആദ്യം എക്സ് എഴുതാം, പിന്നെ എക്സിന്ന് ഒന്ന് കുറച്ച് ആള്, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ എന്നാക്കിയിട്ട് ഈ സ്ഥലത്ത് അതിനെ എഴുതാം അല്ലേ? അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാം. ഇ റേസ് ടു മൈനസ് ലാംഡയെ നമുക്ക് പുറത്തേക്ക് എടുത്ത് വെക്കാം. അതിൽ എക്സ് ഇല്ലാത്തൊരു ടേമാണ്. അപ്പോൾ ഇവിടെ മുകളിൽ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഉണ്ട്, പിന്നെ ലാംഡ റേസ് ടു എക്സ് ഉണ്ട്. താഴെയുള്ള എക്സ് ഫാക്ടോറിയലിനെ ഞാൻ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ എന്ന് മാറ്റി എഴുതി. പ്ലസ് ഇവിടെ വന്നിരിക്കുന്ന ലാംഡ എന്ന് പറഞ്ഞ ടേമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയറിനെ എഴുതുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1ഉം താഴെ ഒരു എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഉണ്ട്, അത് രണ്ടും ക്യാൻസൽ ആയി അല്ലേ? അപ്പോൾ ബാക്കി എന്താ വരുന്നത് നമുക്ക് എഴുതാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ, പിന്നെ എന്താ ഉള്ളത്? സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി. ഇവിടെ ലാംഡ റേസ് ടു എക്സ് ഉണ്ട്, താഴെ എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ എന്നാണ് വരുന്നത്. എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 എന്നുള്ള ടേംസ് ക്യാൻസൽ ആയിപ്പോയി, പ്ലസ് ലാംഡ എന്ന് വരും അല്ലേ? അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി. ഇനി നമ്മളിവിടെ ലാംഡ റേസ് ടു എക്സ് ആണുള്ളത് അല്ലേ? ഇത് താഴെ എക്സ് മൈനസ് 2 ഫാക്ടോറിയലും വന്നിരിക്കുന്നു. അപ്പോൾ മുകളിൽ ഞാൻ ലാംഡ റേസ് ടു എക്സ് മൈനസ് 2 ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലാംഡ റേസ് ടു എക്സിനെ ലാംഡ റേസ് ടു എക്സ് മൈനസ് 2 ഇൻറ്റു ലാംഡ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? കാരണം ഇവരുടെ ബേസുകൾ തുല്യമാണ്. പവേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരുന്നുണ്ട് നോക്കൂ? എക്സ് മൈനസ് 2 പ്ലസ് 2 എന്ന് വരുന്നുണ്ട്. അപ്പോൾ ലാംഡ റേസ് ടു എക്സ് വരും. അപ്പോൾ ലാംഡ റേസ് ടു എക്സിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുകയാണ് ഇൻ ടേംസ് ഓഫ് ലാംഡ റേസ് ടു എക്സ് മൈനസ് 2. അപ്പോൾ ലാംഡ റേസ് ടു എക്സ് മൈനസ് 2 ഇൻറ്റു ലാംഡ സ്ക്വയർ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ പ്ലസ് ലാംഡ. ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ. ഇവിടുന്ന് ഈ ലാംഡ സ്ക്വയറിനെ നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. കാരണം ഈ സമ്മേഷൻ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ ലാംഡ സ്ക്വയറിനെ പുറത്തേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ എന്താ വരുന്നത്? സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി ലാംഡ റേസ് ടു എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ എന്നാണ് വരുന്നത്, പ്ലസ് ലാംഡ എന്നുള്ള ടേം കൂടി ഉണ്ട് അല്ലേ? ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ സ്ക്വയർ. ഇനി നമുക്ക് ഈ എക്സിന് ഓരോ വാല്യൂസ് കൊടുത്ത് നമുക്ക് സം ചെയ്യാം. അപ്പോൾ എക്സിന് ഞാൻ 2 എന്ന് കൊടുക്കുമ്പോൾ ലാംഡ റേസ് ടു 2 മൈനസ് 2 ഡിവൈഡഡ് ബൈ 2 മൈനസ് 2 ഫാക്ടോറിയൽ വരും. അതായത് ലാംഡ റേസ് ടു 0 ബൈ 0 ഫാക്ടോറിയൽ എന്ന് വരും, വിച്ച് ഇസ് 1. പ്ലസ് അടുത്തത് ഞാൻ എക്സിന് 3 എന്ന് കൊടുക്കുമ്പോൾ ലാംഡ റേസ് ടു 3 മൈനസ് 1, അതായത് ലാംഡ ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ എന്നാണ് വരും. ഇനിയിപ്പോൾ എക്സിന് ഞാൻ 4 കൊടുക്കുമ്പോൾ ലാംഡ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ വരുന്നു. എക്സിന് 5 കൊടുക്കുമ്പോൾ ലാംഡ റേസ് ടു 3 ബൈ 3 ഫാക്ടോറിയൽ വരുന്നു. അങ്ങനെ ഇൻഫിനിറ്റ് ടേംസ് ആണ് ഇവിടെ വരാൻ പോകുന്നത്, പ്ലസ് ലാംഡ എന്നുള്ളൊരു ടേം കൂടി ഉണ്ട്. അപ്പം ഇങ്ങനെ എഴുതി കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ ബ്രാക്കറ്റിൽ വരുന്ന ഈ എക്സ്പാൻഷൻ ഉണ്ടല്ലോ, ഇതെന്താണ്? ഇത് ഇ റേസ് ടു ലാംഡയുടെ എക്സ്പാൻഷനാണ്. 1 പ്ലസ് ലാംഡ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് ലാംഡ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് പറയുന്നത് ഇ റേസ് ടു ലാംഡയുടെ എക്സ്പാൻഷനാണ്.
അപ്പോൾ ഈ സ്ഥാനത്ത് ഈ ബ്രാക്കറ്റിൽ വന്ന ഈ എക്സ്പാൻഷന്റെ സ്ഥാനത്ത് നമുക്ക് ഇ റേസ് ടു ലാംഡ എന്ന് എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു ലാംഡ പ്ലസ് ലാംഡ. ഇവിടുത്തെ ഇ റേസ് ടു മൈനസ് ലാംഡയും ഇ റേസ് ടു ലാംഡ എന്ന് പറയുന്ന ടേമും ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് എന്താ വരുന്നത്? ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ. ഇതാണ് നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ വരുന്നത്. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ എന്ന് നമുക്ക് അറിയാം. ഇത് നമ്മൾ മുമ്പ് കണ്ടുവച്ചതാണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ലാംഡ എന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് വേരിയൻസ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് വേരിയൻസ് ഓഫ് എക്സ്? Variance of x is equal to expectation of x square minus expectation of x the whole square. That is equal to lambda square plus lambda minus lambda square. Expectation of x in the square. Lambda square minus lambda square cancel ആയിപ്പോയി. Variance of x is equal to lambda. Variance of x lambda ആൻസർ നമുക്ക് പറയാം standard deviation of x will be equal to റൂട്ട് ഓഫ് ലാംഡ എന്ന് പറയും. അപ്പൊ ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഫോർ എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ മീൻ ഇസ് ഈക്വൽ ടു വേരിയൻസ് ഇസ് ഈക്വൽ ടു ഇറ്റ്സ് പാരാമീറ്റർ ലാംഡ. മീനും വേരിയൻസും ഏതിന് തുല്യമായിരിക്കും? അതിന്റെ പാരാമീറ്റർ ലാംഡയ്ക്ക് തുല്യമായിരിക്കും. അത് നമ്മുടെ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു പ്രത്യേകതയാണ്. മീനും വേരിയൻസും അതിന്റെ പാരാമീറ്റർ ലാംഡയ്ക്ക് തുല്യമായിട്ട് വരുന്നത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇനി നമുക്ക് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ മൂവ്മെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ MGF നമുക്ക് എന്താണ് കിട്ടുന്നത് നോക്കാം. അല്ലെ, അപ്പം MGF mx of t can be written as expectation of e raised to tx. ഇങ്ങനെയാണ് നമ്മൾ മൂവ്മെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. mx of t is equal to expectation of e raised to tx എന്ന്. That is equal to, അപ്പൊ നമ്മളെ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് സമ്മേഷൻ ഓവർ എക്സ് ഇ റേസ് ടു ടി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് നമുക്ക് പറയാം. ദറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു ടി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇ റേസ് ടു മൈനസ് ലാംഡേനെ ഈ സമ്മേഷന്റെ പുറത്തേക്ക് എടുത്തു വെക്കാം. അല്ലെ, അപ്പൊ ഇ റേസ് ടു മൈനസ് ലാംഡേനെ പുറത്തേക്ക് എടുത്തു വെച്ചു. പിന്നെ സമ്മേഷൻ എഴുതി. സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി. അപ്പൊ നോക്കുമ്പോൾ ഇവിടെ ഇ റേസ് ടു ടി എക്സും ഉണ്ട്, ഇവിടെ എന്തുണ്ട്? ലാംഡ റേസ് ടു എക്സും ഉണ്ട്. അതായത് ഇ റേസ് ടു ടിയുടെയും ലാംഡയുടെയും പവറിൽ ആരാ ഉള്ളത്? എക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഉള്ളത്. അപ്പൊ ലാംഡ ഇ റേസ് ടു ടി ഇവരെ രണ്ടുപേരെയും ഞാൻ കമ്പൈൻ ചെയ്യാണ്. അതായത് ഇ റേസ് ടു ടി എക്സ് ലാംഡ റേസ് ടു എക്സ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ലാംഡ ഇ റേസ് ടു ടി ഹോൾ റേസ് ടു എക്സ് എന്ന് നമുക്ക് എഴുതാം. രണ്ടുപേരെ പവറും ലാംഡയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതി ലാംഡ ഇ റേസ് ടു ടി ഹോൾ റേസ് ടു എക്സ് എന്ന് എഴുതി ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇങ്ങനെയാണ് ഇപ്പൊ എഴുതിയത്. ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ഇവിടെ നമ്മൾ എക്സിന് വാല്യൂസ് കൊടുക്കുകയാണ്. അപ്പൊ എക്സിന് ആദ്യം 0 കൊടുക്കുമ്പോൾ എന്ത് പറ്റും? ലാംഡ ഇ റേസ് ടു ടി ഹോൾ റേസ് ടു 0 ബൈ 0 ഫാക്ടോറിയൽ. ദറ്റ് ഇസ് 1. അടുത്തത് എക്സിന് 1 കൊടുക്കുമ്പോൾ എന്ത് വരും? ലാംഡ ഇ റേസ് ടു ടി ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ. എക്സിന് 2 കൊടുക്കുമ്പോൾ ലാംഡ ഇ റേസ് ടു ടി ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. ലാംഡയ്ക്ക് 3 കൊടുത്താൽ എക്സിന് 3 കൊടുത്താൽ ലാംഡ ഇ റേസ് ടു ടി ഹോൾ റേസ് ടു 3 ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇങ്ങനെയാണ് ഈ എക്സ്പാൻഷൻ വരുന്നത്. അല്ലെ, അപ്പൊ ഇത് എന്തിന്റെ എക്സ്പാൻഷൻ ആണ്? നമുക്കറിയാം ഇ റേസ് ടു എക്സിന്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് പറയുന്നതാണ് ഇ റേസ് ടു എക്സിന്റെ എക്സ്പാൻഷൻ. അപ്പൊ ഇവിടെയെല്ലാം എക്സ് വന്ന സ്ഥാനത്ത് ആരാ വന്നിരിക്കുന്നത്? ലാംഡ ഇ റേസ് ടു ടി ആണ്. ഇവിടെ ലാംഡ ഇ റേസ് ടു ടി ബൈ 1 ഫാക്ടോറിയൽ ലാംഡ ഇ റേസ് ടു ടി ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എക്സെട്ര എന്ന് വന്നിട്ടുണ്ട്. അല്ലെ, അപ്പൊ ദിസ് ഇസ് ആക്ച്വലി ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ഈ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞ സ്ഥാനത്ത് ലാംഡ ഇ റേസ് ടു ടി. അപ്പൊ ഇ റേസ് ടു ലാംഡ ഇ റേസ് ടു ടി ആണ്. അതെ, അതായത് നമുക്ക് എം എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത് എന്താണ്? എം എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു
നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ഇ റേസ് ടു ലാംഡ ഇ റേസ് ടു ടി എന്ന് പറയുന്നതാണ് എം എക്സ് ഓഫ് ടി ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ബേസുകൾ തുല്യമാണ്, അപ്പോൾ പവറുകൾ നമുക്ക് ആഡ് ചെയ്യാം. മൈനസ് ലാംഡ പ്ലസ് ലാംഡ ഇ റേസ് ടു ടി എന്ന് വന്നിരിക്കുന്നു. ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇ റേസ് ടു, നമുക്ക് ഇങ്ങനെ എഴുതാം, ലാംഡ പുറത്തേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ലാംഡ പുറത്തേക്ക് എടുത്ത് വെക്കുമ്പോൾ എന്ത് പറ്റും, ലാംഡ ഇൻറ്റു ഇവിടെ ഇ റേസ് ടു ടി, ഇവിടെ മൈനസ്. ദിസ് ഈസ് ദ MGF ഓഫ് എ Poisson distribution. Mx of t is equal to e raised to lambda into e raised to t minus 1. അടുത്ത നമ്മൾ നോക്കുന്നത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ എഡിറ്റീവ് പ്രോപ്പർട്ടിയാണ്. എന്താ എഡിറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത് നോക്കാം. അത് ഇഫ് എക്സ് ഫോളോസ് Poisson distribution with parameter lambda 1, that is x follows p lambda 1, and y follows a Poisson distribution with parameter lambda 2, and if x and y are independent, x ഉം y ഉം independent ആണെങ്കിൽ, then x plus y will follow a Poisson distribution with parameters lambda 1 plus lambda 2. അതായത് എക്സും വൈയും രണ്ട് ഇൻഡിപെൻഡന്റ് പോയ്സോൺ റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ അവരുടെ സമ്മും ഒരു പോയ്സോൺ റാൻഡം വേരിയബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് രണ്ട് റാൻഡം വേരിയബിൾസിന്റെ കേസിൽ എന്നല്ല, സം ഓഫ് n ഇൻഡിപെൻഡന്റ് പോയ്സോൺ റാൻഡം വേരിയബിൾസ് വിൽ ബി എ പോയ്സോൺ റാൻഡം വേരിയബിൾ. അപ്പോൾ അതാണ് എഡിറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ ഈ എഡിറ്റീവ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് MGF ആണ്. മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷന്റെ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എഡിറ്റീവ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യുന്നത്. അതായത് നമ്മൾക്ക് തന്നിരിക്കുന്നത് എക്സ് ഫോളോ ചെയ്യുന്നത് എന്താണ്, ഒരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ 1 ആണ്. അപ്പോൾ നമുക്ക് എക്സിന്റെ MGF എഴുതാം. MGF ഓഫ് എക്സ് mx ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ലാംഡ ഇ റേസ് ടു ടി മൈനസ് 1 എന്നാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ MGF ഇഫ് പാരാമീറ്റർ ഇസ് ലാംഡ. അല്ലെ, അപ്പൊ ഇവിടെ എക്സിന്റെ പാരാമീറ്റർ ഏതാണ്, ലാംഡ 1 ആണ്. അപ്പൊ mx ഓഫ് ടി വിൽ ബി ഇ റേസ് ടു ലാംഡ 1 ഇൻറ്റു ഇ റേസ് ടു ടി മൈനസ് 1. അപ്പൊ നമുക്ക് അത് എഴുതാം. ആൻഡ് y ഫോളോസ് പി ലാംഡ 2 എന്നും തന്നിട്ടുണ്ട്. അതായത് y ഫോളോ ചെയ്യുന്നത് ഒരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് വിത്ത് പാരാമീറ്റർ ലാംഡ 2. അങ്ങനെയാണെച്ചാൽ എന്തായിരിക്കും my ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇ റേസ് ടു പാരാമീറ്റർ ലാംഡ 2 ആണ്. അപ്പൊ ഇ റേസ് ടു ലാംഡ 2 വരുന്നു, ഇ റേസ് ടു ടി മൈനസ് 1 എന്ന് വരും. അപ്പോൾ ഇത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് അറിയുന്നതുകൊണ്ട് നമുക്ക് അവരുടെ MGF എഴുതാൻ പറ്റും. ഇനി നമുക്ക് എക്സ് പ്ലസ് വൈൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം അല്ലേ. അപ്പം നമ്മൾ എക്സ് പ്ലസ് വൈൻ്റെ MGF എഴുതി നോക്കി. അപ്പോൾ വാട്ട് ഈസ് എക്സ് പ്ലസ് വൈ ഓഫ് ടി? അതായത് MGFന്റെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് എക്സ് പ്ലസ് വൈ ഓഫ് ടി ക്യാൻ ബി റിട്ടൺ ആസ് mx ഓഫ് ടി ഇൻറ്റു my ഓഫ് ടി. ഇങ്ങനെ നമുക്ക് MGFനെ എഴുതാം, പ്രൊവൈഡഡ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ്. അപ്പൊ ഇവിടെ നമുക്ക് എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണ് എന്ന് തന്നുകൊണ്ട് ഈ പ്രോപ്പർട്ടി നമുക്ക് ഉപയോഗിക്കും. അതായത് mx പ്ലസ് വൈ ഓഫ് ടിനെ mx ഓഫ് ടിയുടെയും my ഓഫ് ടിയുടെയും പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം. അപ്പൊ ഇവര് രണ്ടാളെയും നമുക്ക് തന്നിട്ടുണ്ട്. mx ഓഫ് ടി നമുക്ക് അറിയാം, ദറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ലാംഡ 1 ഇൻറ്റു ഇ റേസ് ടു ടി മൈനസ് 1 ആണ്, ഇൻറ്റു my ഓഫ് ടി ഈസ് ഇ റേസ് ടു ലാംഡ 2 ഇൻറ്റു ഇ റേസ് ടു ടി മൈനസ് 1 ആണ് അല്ലെ. അപ്പൊ ഇത് രണ്ടും നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇ റേസ് ടു ടി മൈനസ്. അപ്പൊ നോക്കൂ, ഇവിടെ രണ്ടിന്റെയും ബേസുകൾ തുല്യമാണ്. അപ്പൊ അവരുടെ പവേഴ്സിനെ നമുക്ക് ആഡ് ചെയ്യാം. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇ റേസ് ടു ലാംഡ 1 ഇൻറ്റു ഇ റേസ് ടു ടി മൈനസ് 1 പ്ലസ് ലാംഡ 2 ഇൻറ്റു ഇ റേസ് ടു ടി മൈനസ് 1 എന്ന് നമുക്ക് എഴുതാം. അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് പവറിൽ ഇ റേസ് ടു ടി മൈനസ് 1 ഇസ് എ കോമൺ ഫാക്ടർ എന്ന് കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇ റേസ് ടു ടി മൈനസ് 1നെ നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ ബാക്കി ഇവിടെ എന്ത് വരും, ഇവിടെ ലാംഡ 1 വരും, പ്ലസ് അടുത്ത സ്ഥലത്ത് ലാംഡ 2 വരും. അപ്പൊ എന്താണ്, ഇ റേസ് ടു ലാംഡ 1 പ്ലസ് ലാംഡ 2 ഇൻറ്റു ഇ റേസ് ടു ടി മൈനസ് 1.
അപ്പോൾ ഇത് ഒരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ MGFന്റെ അതേ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ MGF e⁻λ ഇൻറ്റു e⁻t−1 ആണ് വന്നിരുന്നത് ഇഫ് ദ പാരാമീറ്റർ ഇസ് ലാംഡ. അപ്പോൾ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? e⁻λ1 + λ2 ഇൻറ്റു e⁻t−1. ദാറ്റ് മീൻസ് ദിസ് ഇസ് ദ MGF ഓഫ് എ Poisson random variable with parameters λ1 + λ2. That means MGF of x plus y is എന്താണ് this അല്ലെ? MGF of x plus y നെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു Poisson random variableന്റെ MGF ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നു. That means നമുക്ക് എന്ത് എഴുതാം? x plus y follows a Poisson distribution with parameter λ1 + λ2 എന്ന് നമുക്ക് എഴുതാം. ഇതിന് നമുക്ക് എത്ര റാൻഡം വേരിയബിൾസിന്റെ കേസിൽ വേണിച്ചാലും എക്സ്റ്റെൻഡ് ചെയ്യാം. അതായത് x1 ഫോളോസ് p⁻1, x2 ഫോളോസ് p⁻2, അങ്ങനെ n റാൻഡം വേരിയബിൾസ് ഉണ്ട് വിചാരിക്കും. xn ഫോളോസ് p⁻n എന്നറിയുമെങ്കിൽ ആൻഡ് ഇഫ് x1, x2, etc. xn ആർ ഇൻഡിപെൻഡന്റ് കൂടി ആയിരിക്കണം. ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമുക്ക് പറയാം x1 + x2 + etc. + xn will also follow a Poisson distribution with parameter λ1 + λ2 etc. + λn. അതായത് പാരാമീറ്റർ എന്തായിരിക്കും? സം ഓഫ് ദെയർ പാരാമീറ്റേഴ്സ് ആയിരിക്കും. ഇതാണ് Poisson distributionന്റെ additive property.